എൻ്റെ അത്യാഗ്രഹം മാനിച്ച് ഞങ്ങൾ ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നീലാസ്ഫിയർ. അപ്പോൾ അതിൽ ആദ്യത്തെ കോണ്ടന്റ് ആയിട്ട് നമ്മളൊരു പ്രാങ്ക് കോളാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഹർഷ, നീനു രണ്ടുപേരും ഉണ്ട്. വീഡിയോ എടുക്കുന്ന ഐശു പ്രത്യേക മെൻഷൻ. അബീജ് എത്ര നേരം ഉണ്ടായിരുന്നു, കാരണം പോകേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഇന്ന് ആരെയൊക്കെയാണ് പ്രാങ്ക് ചെയ്യുന്നത്? ജോഷ അതിന്റെ ഫ്രണ്ടാണ്, പിന്നെ സ്വന്തം അനിയനാണ് കുഞ്ഞമേര മോൻ, പിന്നെ എന്റെ ചേട്ടൻ അത് വല്യമേര മോൻ, എല്ലാം എന്റെ ആൾക്കാർ. നമ്മൾ ഇത്രയും പേരെ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ, ശിവദത്താണ്. അതെ, ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് കൊച്ചിയിൽ ഒരു ലക്കി ഡ്രോ കോമ്പറ്റീഷൻ ഞങ്ങൾ നടത്തിയിരുന്നു. ഞാൻ ഗിറ്റാറ ഡ്രീം സ്റ്റേക്സ് എന്നാണ് വിളിക്കുന്നത്. ആ ലക്കി ഡ്രോയില് വിന്നർ ആയിട്ടുണ്ട്. അപ്പൊ ഇത് പ്രൈസ് ആയിട്ട് കിട്ടുന്നത് ഒരു ഹണിമൂൺ പാക്കേജ് ആണ്. അത് അവൈൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ല. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ഇത് ഹണിമൂൺ പാക്കേജാ? ഹണിമൂൺ പാക്കേജ് ആണ്. 6 days ഗോവയിലാണ് സ്റ്റേ വരിക. ആൾക്കായിരിക്കും ഫുൾ കോസ്റ്റ് ട്രാവൽ ആൻഡ് സ്റ്റേ ഉൾപ്പെടെ എടുക്കുന്നതായിരിക്കും. പക്ഷെ മാരീഡ് കപ്പിൾ ആയിരിക്കണം. ചേച്ചി കപ്പിളാവാൻ സിംഗിൾ ആണ് ചേച്ചി, അതാണ് വിഷയം. ഇത് 2 മാസം വാലിഡിറ്റി ഉണ്ട്. 2 മാസത്തിൽ കല്യാണം കഴിക്കുന്നത് എങ്ങനെ? നിങ്ങള് മാരേജ് സർട്ടിഫിക്കറ്റ് താല്പര്യമില്ല കേട്ടോ, നേരെ ചെയ്തിട്ടില്ല. 2 lakh വർത്ത് വരുന്ന സ്റ്റേ ആൻഡ് ട്രാവൽ ആണ് കേട്ടോ. ഗോവന്റെ പ്രൈം നമ്മുടെ ബാഗ ബീച്ചിന് തൊട്ടടുത്തായിട്ട് ലക്ഷറിയസ് സ്റ്റേ ആണ് വരുന്നത്. എന്നാൽ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഡ്രോയിലൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഹലോ ഹലോ, ഈ ലക്കി ഡ്രോ മനസ്സിലായില്ല കേട്ടോ, ഞാൻ ഒന്നിനും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. നിങ്ങളുടെ പേരും കോണ്ടാക്ട് നമ്പറും ഞാൻ വിളിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു സ്പൗസിനെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഓക്കെ. എന്തായാലും നടക്കത്തില്ല, അതെനിക്കറിയാം. കാരണം ഞാൻ ഒന്നുകൂടി മാനേജറിന്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. മാരീഡ് കപ്പിൾ ആവണം നിർബന്ധം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കപ്പിൾ ആയിട്ട് വന്നാലും അവൈൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇയാളിപ്പോ സിംഗിൾ ആണോ? അതെ, അതല്ലേ പ്രശ്നം. ഒരു ഹലോ ഹലോ, കേക്കണ്ടാ? ഒരു ലേഡീനെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാ പോരെ? കുഴപ്പം, പക്ഷെ അത് ശരിയാവത്തില്ല. കുഴപ്പമില്ല. അല്ല, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് വെറുതെ എന്തിനാ അത് കളയുന്നേ? അത് ശരിയാ. അയ്യോ അയ്യോ, ഞാൻ മതിയാവോ? മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഹലോ ഹലോ, സീരിയസ് ആണോ? അതെ, ഞാനിപ്പോ കമ്പനിയുടെ ഭാഗമായിട്ട് നമുക്ക് എന്തായാലും ഈ ഓഫർ ആർക്കെങ്കിലും കൊടുത്തേ മതിയാവൂ. ഇൻട്രസ്റ്റഡ് ആണ്. പ്രത്യേകം താല്പര്യമില്ല. ഉറപ്പാണ്? കാരണം ഉറപ്പാണെന്ന് വെച്ചാ ഉറപ്പാണ്. മീറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വിരോധമില്ല കേട്ടോ. മോനെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. കുഴപ്പം അങ്ങനെ പറഞ്ഞാ ശരിയാവത്തില്ല, അത് ശരിയാവത്തില്ല. ഓക്കെ, ശരിയാണ്. ഹലോ ഹലോ, നീ എവിടാ? ഇതാര്? ആരെന്നാ? ഞാൻ ഇതിന് എത്ര പ്രാവശ്യം വിളിച്ചടാ, നീ എന്താ എടുക്കാത്തെ? ആരുടെ ഇത്? ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്. താൻ ആരാണ്? ജോഷന്നല്ലേ? യെസ്. എടാ, ഞാൻ പൂജ. എടാ, ഞാനിവിടെ തമ്പാനൂര് നിക്കുവാണ്. എവിടെ കിടന്നോ? കുഴപ്പമില്ല. ചുമ്മാ കളിക്കല്ലേ, ഞാൻ എന്റെ വീട്ടിലടക്കം പ്രശ്നമല്ല ഞാൻ ഇറങ്ങി വന്നത്.
എന്താ നീ ഇങ്ങനെ കാണിക്കണേ? ഞാൻ ഇവിടെ വന്ന് നിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരായെന്നറിയോ? ഓട്ടോ മാമന്മാരൊക്കെ എന്നെ വന്ന് ചോദിക്കാനൊക്കെ തുടങ്ങി. തന്നെ ആ നീ എന്താ വരാത്ത? ഇന്നലെ നമ്മളെല്ലാം പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ വന്ന് നിന്ന്. എന്റെ വീട്ടില് അടിയായി. ഞാനൊരു 25 പവൻ സ്വർണ്ണം എങ്ങനെയൊക്കെയോ എടുത്തിട്ടാണ് ഇവിടെ വന്ന് നിക്കണേ. നീ ചുമ്മാ എന്താ പറഞ്ഞു ഊട്ടി കൊണ്ടുപോവാ, മൂന്നാറ് കൊണ്ടുപോവാന്നൊക്കെ. 25 പവനായിട്ട് ഞാൻ വന്ന് നിക്കണ്. ചുമ്മാ ആൾക്കാരൊക്കെ നോക്കുന്നു. എനിക്കറിഞ്ഞൂടെ എന്താ ചെയ്യണ്ടേന്ന്. ഒരു കാര്യം ചെയ്യ് 25 പവൻ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നീ പൊക്കോ. എനിക്ക് സ്വർണം മതി. അപ്പൊ ഇത്രയും കാലം എന്നെ നോക്കിയത് സ്വർണത്തിന് വേണ്ടിയാ? പിന്നെ പണം മതി. 25 പവൻ കൊണ്ട് തന്നാണ് അല്ലെങ്കിൽ എന്റെ അഡ്രസ് അതിലോട്ട് അയച്ചാ. ഇത്രയും കാലം നമ്മൾ 3 വർഷമായില്ലേ? ഇത്രയും കാലമായിട്ട് നിനക്ക് എന്നോടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് സ്വർണം മതിയെന്ന് പറഞ്ഞു. ശരിയായിരുന്നു, എന്റെ കൂടെ നീ വരണ്ടായിരുന്നു. അയ്യോ എടാ സ്വർണം ഒരുപാട് മതി. എനിക്ക് പേടിയാവുന്ന തമ്പാനൂര് വാ. ഞാനിവിടെ ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് നിൽപ്പുണ്ട്. ബസിന്റെ അകത്ത് കയറിയില്ലേ? അവൻ കുഴപ്പമില്ല. എങ്ങോട്ടാ പോണ്ടേന്ന് അറിഞ്ഞൂടാ. നീ ഇന്നലെ ഊട്ടി കൊണ്ടുപോവാ എവിടെയൊക്കെ കൊണ്ടുപോവാന്ന് അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. എനിക്കിനി തിരിച്ച് വീട്ടിൽ പോലും പോവാൻ പറ്റൂല. ഞാൻ നിന്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കി. എനിക്ക് നീ മതി. നീ ഇല്ലാത്തൊരു ജീവിതം എന്നെ കൊണ്ട് പറ്റൂല. സ്വർണ്ണം ഉണ്ടല്ല. 25 കുറഞ്ഞു പോയി. ഒരു 50 വേണം, എന്നാലേ വരാൻ പറ്റൂ. എടാ നിനക്കറിയാലോ എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ. ഇത്രയും അവസ്ഥ ഉണ്ടായിട്ട് ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തത്. കൊട്ടു വാങ്ങിക്കൂ ഇപ്പം. ഞാൻ തുടങ്ങണമല്ലേ? നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത് ഹർഷാദിനേഷാണ്. ഇനി അങ്ങോട്ട്